രാഹുൽ, ഇപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ നടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന കേസ്. അതിലെ ആ പ്രമുഖ നടി ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരുന്ന ഒരു ആവശ്യമായിരുന്നു, തുറന്ന കോടതിയിൽ വെച്ച് അവരുടെ പ്രശ്നം ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളത്, വിചാരണ നടത്തണം എന്നുള്ളത്. അത് എന്താ പറയുക, വളരെ ഹോപ്പ്ഫുള്ളി ആയിരുന്നു അവർ ആ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. കാരണം അവർ അവകാശപ്പെടുന്നത് അവരൊരു എന്താ പറയുക കുറ്റവാളിയല്ല, നേരെ മറിച്ച് അവരൊരു ഇരയാണ്. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അവിടെ ഒരു തുറന്ന കോടതിയിൽ വെച്ച് ചർച്ച ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള മാനക്കേടോ നാണക്കേടോ ഒന്നും ഇല്ലായിരുന്നു. അതിൻ്റെ ആവശ്യകതയില്ല. കാരണം ഞാനൊരു ഇരയാണ്, കുറ്റവാളിയായിരുന്നുവെങ്കിൽ എനിക്ക് മറിച്ച് തോന്നണമായിരുന്നു, അല്ലെങ്കിൽ തോന്നാമായിരുന്നു. സോ അതുകൊണ്ട് അവർ അത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ ആ ആവശ്യം കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത്. ഞാൻ ആ വാർത്ത കണ്ടിരുന്നു. പക്ഷേ എനിക്കതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വാർത്തയിലുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമല്ല. മാധ്യമങ്ങളുടെ വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് കോടതി ഇത് വീക്ഷിച്ചതിന് ശേഷമാണ് കോടതി അത് ഓപ്പൺ കോർട്ടിൽ നിന്ന് മാറ്റിയത്. അപ്പോൾ ബാക്കി ഇപ്പോൾ എല്ലാ സാക്ഷിമൊഴികളും ശേഖരിച്ചു കഴിഞ്ഞു. അതായത് എല്ലാ നടിയുടെ ആണെങ്കിലും നടിയുടെ കൂടെ ഉണ്ടായിരുന്നവരാണെങ്കിലും എല്ലാവരെയും സാക്ഷിമൊഴികൾ കോടതി സ്വീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷം നടി ഒരു ഇതിന് കൊടുക്കുകയാണ്, വീണ്ടും ഓപ്പൺ കോർട്ടിലേക്ക് മാറ്റണമെന്ന്. അങ്ങനെ വന്നപ്പോഴാണ് കോടതി അത് നിരസിച്ചത്. ഇനി വരാൻ പോകുന്ന വാദങ്ങളാണ്. നമുക്കറിയാം, ഇപ്പോൾ കോടതിയുടെ ഒരു രീതി അനുസരിച്ച് ആദ്യം മൊഴികളെല്ലാം ശേഖരിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് വാദങ്ങൾ തുടങ്ങും. അപ്പം കൗണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ശേഖരിച്ചിട്ടുള്ള മൊഴികൾക്ക് വിപരീതമായിട്ടുള്ള രേഖകൾ കോടതിയിൽ ഹാജർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങൾ നടക്കും. അതാണ് ഇനി നടക്കാനുള്ളത്. ആ ഒരു സമയത്താണ് നടി ഇതുമായി ബന്ധപ്പെട്ട് ഓപ്പൺ കോർട്ടിൽ കേസ് നടത്തണമെന്ന് പറഞ്ഞ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടായിരിക്കും അവർ ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് തഴയപ്പെടുന്നത്, അല്ലെങ്കിൽ അത് തള്ളിക്കളയുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നിയമവ്യവസ്ഥ? അത് കോടതിയുടെ ഒരു രീതിയാണ്. അതിപ്പം നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായുള്ള അവകാശങ്ങളുണ്ട്. ആ ഒരു രീതിയിലായിരിക്കും നടിയുടെ ഭാഗത്തു നിന്നും കോടതിയിലേക്ക് അങ്ങനൊരു ഹർജി പോയത്. പക്ഷേ കോടതി അത് നിരസിച്ചു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാകാം. കാരണം സാക്ഷിമൊഴികളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇത്രയും ഒരു സെൻസേഷണലായ ന്യൂസ് ആയതുകൊണ്ടായിരിക്കാം കോടതി വീണ്ടും അത് ആ ഒരു രീതിയിലേക്ക് എടുത്തത്. അപ്പോൾ അതിനെ നമ്മൾ കോടതിയുടെ രീതിയിൽ മാത്രം കണ്ടാൽ മതി. പിന്നീട് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കറിയാം ഇത് അവസാന ലാപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ കേസിൻ്റെ വാദങ്ങൾ. ആ പോകുന്ന ഇതിലാണ് പെൻഡ്രൈവിൻ്റെ വിഷയം വരുന്നത്. അപ്പോൾ കോടതിയിൽ കൊടുത്തിട്ടുള്ള രേഖകൾ അത് മറ്റാരോ ഹാക്ക് ചെയ്തു. അപ്പോൾ ആ പെൻഡ്രൈവ് മറ്റൊരാൾ ഹാക്ക് ചെയ്തു എന്ന് തെളിയിച്ചു. അത് സൈബർ പോലീസ് അടക്കം തെളിയിച്ചു. പക്ഷേ അതിനകത്തൊരു കേസ് കോടതി എടുത്തില്ല. അതിനും നടി വീണ്ടും കോടതിയിലേക്ക് വേറൊരു ഹർജി കൊടുക്കേണ്ടി വന്നു. ആ ഒരു രീതിയിലേക്ക് കോടതിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ആ ഒരു കേസ് മാറി. അത് അതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയമാണ് ആ ഒരു കേസിനെ സംബന്ധിച്ച്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊതുവെ എന്താ പറയുക, ഒരുപാട് സ്ത്രീകൾ പലതരത്തിലായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിലും അല്ലാതെ ലോകത്ത് മൊത്തം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും. അപ്പം പക്ഷേ എന്താ പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും അല്ലെങ്കിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും, അല്ലെങ്കിൽ തൻ്റെ ആവശ്യം അല്ലെങ്കിൽ തൻ്റെ നീതിക്ക് വേണ്ടി ഇപ്പോഴും കരുത്തോടെ പോരാടുന്ന ഒരാളാണ് ഈ നടി എന്ന് പറയുന്നത്. എന്താ പറയുക, അവരൊരു നടി എന്നതിനപ്പുറം, ഒരു സ്ത്രീ എന്നതിനപ്പുറം, എല്ലാവരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് സംസാരിക്കുക ഒരു സ്ത്രീയോട് ഇങ്ങനെ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് എന്തുകൊണ്ട് ആളുകൾ ഇത്തരം ഒരു സമീപനം കാണിക്കുന്നു എന്നൊക്കെ. സ്ത്രീ എന്നതിനപ്പുറം ഒരു മനുഷ്യനോട് എങ്ങനെയാണ് ഇത്തരം ഒരു സമീപനം കാണിക്കാൻ സാധിക്കുന്നത്? ഒരു പുരുഷനോ സ്ത്രീയോ ആരോ ആവട്ടെ. ഞാൻ എപ്പോഴും ഈ ഒരു പീഡനത്തിൻ്റെ കേസുകളിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു വാദം അല്ലെങ്കിൽ എൻ്റെ ഒരു സൈഡ് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആണുങ്ങളും അല്ലെങ്കിൽ പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുന്നു, സ്ത്രീകളും പീഡിപ്പിക്കപ്പെടുന്ന നാടാണ് നമ്മുടേത്. അപ്പം അതിനെ ഏതെങ്കിലും ഒരു ജെൻഡറിനെ സ്ട്രെസ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് മറ്റേ ആള് മോശക്കാരനോ അല്ലെങ്കിൽ ഈ എന്താ പറയുക, നമ്മൾ സ്ട്രെസ് ചെയ്ത് സംസാരിച്ച സൈഡിലുള്ളവർ ഭയങ്കര പുണ്യവാളന്മാരോ ആയി തീരുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യനോട് ഇത്തരത്തിൽ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുന്നു, അതിനുശേഷം അവരെ മാനം കെടുത്താനുള്ള മറ്റു പല ശ്രമങ്ങളും നടക്കുന്നു.
എന്നിട്ടും അവർ അതിലൊന്നും തളരാതെ അവർ പോരാടുകയായിരുന്നു. അവരുടെ എന്താ പറയുക, നീതി തനിക്ക് ലഭിക്കണം, താനല്ല കുറ്റക്കാരി എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾ പെട്ടെന്ന് അണക്കെട്ടൊഴുകിയ പോലെ വന്നിട്ട് അയാൾ എന്നെ പീഡിപ്പിച്ചു, ഇവരെന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും പീഡന പരാതികളായിരുന്നു. പക്ഷെ അതിലൊരൊറ്റ ഒരാൾ, നിവിൻ പോളി എന്ന് പറയുന്ന ഒരൊറ്റ നടൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരൊറ്റ ആൾ മാത്രമാണ് അതിനെതിരെ പ്രതിഷേധിച്ചത് അല്ലെങ്കിൽ എതിരെ സംസാരിച്ചത്. അതും അവിടെയും എന്താണ്, അദ്ദേഹത്തിന് എന്താ പറയുക, ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ കൈകളിൽ കറയില്ല എന്ന് എന്താ പറയുക, ഭയങ്കരമായ പൂർണ്ണമായ വിശ്വാസം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എതിരെ നിന്ന് പോരാടിയത്. അതുകൊണ്ട് എന്താണ്, നീതി അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ കേസിന് ശേഷം പിന്നീട് ആ അണക്കെട്ട് പൊട്ടി ഒഴുകിയതിന് ഒരു ബണ്ട് കെട്ടിയ പോലെയായി. ഒരാൾക്കും പിന്നെ പരാതിയില്ല, അല്ലെങ്കിൽ പരാതി പറഞ്ഞിരുന്നവരൊക്കെ അത് പിൻവലിക്കാൻ തുടങ്ങി. ഇല്ല, ഞാൻ ഉറക്കപ്പുറത്ത് പറഞ്ഞു പോയാലോ ഉറക്കപ്പിച്ചിൽ പറഞ്ഞു പോയതാ എന്നുള്ള തരത്തിലേക്കായി. അങ്ങനെ നിവിൻ പോളിക്ക് ആ ഒരു നീതി ലഭിച്ചു. പക്ഷെ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ നടി. നമുക്കറിയാം, ഇപ്പം സിനിമാ മേഖലയെ സംബന്ധിച്ച് ഈ ഒരു വിഷയം ഒരുപാട് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഹേമ കമ്മിറ്റി എത്ര കാലമായി അവർ ഇതുകൂട്ടുള്ള രേഖകൾ ശേഖരിക്കാൻ തുടങ്ങിയിട്ട്. ഈ ഒരു ഇടയ്ക്ക് വെച്ചിട്ടാണ് അതിൻ്റെ രേഖകൾ പുറത്തുവിട്ടത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട്. അതിൽ നമ്മൾ കണ്ടതാണ് ഒരുപാട് പേര് സിനിമാ മേഖലയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ആ കമ്മിറ്റി ആ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ അതിനകത്തും കുറേ ഫേക്കായിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. നമുക്കറിയാം, ഈ സിനിമാ മേഖല എപ്പോഴും കോൺട്രവേഴ്സികൾ നിറഞ്ഞൊരു മേഖലയാണ്. എപ്പോഴും അഭിമുഖങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് തന്നെ ഏതോ ഒരു ചാനലിൽ വന്നിട്ട് മോഹൻലാൽ എത്ര സ്ത്രീകളുമായിട്ട് കിടപ്പറ പങ്കിട്ടു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ 5000 പേര് 10000 പേര്, അത് വലിയ സെൻസേഷനായ ഒരു സാധനമാണ്. നമ്മളെല്ലാം 5000 പേര്, അത് തമാശയ്ക്ക് അദ്ദേഹം പറഞ്ഞായിരിക്കും, പക്ഷെ അത് ആളുകൾ എടുക്കുന്ന ഒരു സെൻസേഷണൽ ന്യൂസ് ആയിട്ടാണ്. അഭിമുഖങ്ങൾ ഇങ്ങനെ, അന്ന് മാസികകളൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പൊ അതിനകത്തൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ ആളുകൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് അതാണ്. ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ വായിക്കാൻ തുടങ്ങുന്നതും അങ്ങനെയുള്ളതാണ്. ഇപ്പോഴാണെങ്കിലും നമ്മള് ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെയാണെങ്കിൽ ഇങ്ങനെ നോക്കി പോയി കഴിഞ്ഞാൽ ഈ നടിക്ക് എന്ത് സംഭവിച്ചു, ലിങ്ക് തുറക്കാൻ വേണ്ടി എന്തോരം രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഇപ്പോഴും. ഈ ഒരു അതായത് എപ്പോഴും സിനിമാ മേഖലയുമായി സംബന്ധിച്ച് എപ്പോഴും ഇതുകൂട്ടുള്ള അഭ്യൂഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. പകുതി ശരിയായിരിക്കാം, പകുതി കള്ളമായിരിക്കാം, അത് നമുക്കറിയാം. കാരണം നമുക്ക് എല്ലാത്തിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പലതും മാനിപ്പുലേറ്റഡ് ആയിരിക്കും. ഇപ്പം ദിലീപിൻ്റെ വിഷയം തന്നെ വരുമ്പോൾ, ആ ദിലീപിൻ്റെ വിഷയത്തിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അതേപോലെ തന്നെ ആ നടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം രണ്ടുപേരും തമ്മിലൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ മേഖലയിലുള്ള രണ്ട് ആളുകൾ തമ്മിലാണ് ആ ഒരു ഫൈറ്റ് നടക്കുന്നത്. അങ്ങനെ വരുന്നൊരു സമയത്താണ് കോടതി ഇതുകൂട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ട്, അപ്പം അവസാന ഘട്ടത്തിലാണ് നടി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓപ്പൺ കോർട്ടിൽ വിചാരണ നടത്തണമെന്ന് പറയുന്നത്. അത് ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ആൾക്കാർ അറിയണം എന്നുള്ള രീതിയിലാണ് നടി അതിനെ മുന്നോട്ട് പോയത്. പക്ഷെ കോടതിയെ സംബന്ധിച്ച് കോടതിക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയറുണ്ട്. ആ ഒരു പ്രൊസീജിയർ അനുസരിച്ചാണ് ഓപ്പൺ കോർട്ടിൽ നിന്ന് മാറ്റി ഇതിലേക്ക് ആക്കിയത്. അങ്ങനെ വരുന്നൊരു സമയത്ത് കോടതിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയറുണ്ട്. അപ്പോൾ ആ പ്രൊസീജിയർ വരുമ്പോൾ കോടതിക്ക് അങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിനെ ചോദ്യം ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമാണ് നമ്മുടെ കോടതി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഏറ്റവും അവസാനം ചെന്ന് നിൽക്കുന്നത് നമ്മൾ കോടതിയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് അതിനെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞാൻ പറയട്ടെ രാഹുൽ, നമ്മുടെ ഈ നാട്ടിൽ തന്നെ നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതോ ബലാത്സംഗം ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ ആളുകൾ ഒറ്റപ്പെടുത്തിയതോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും എങ്കിൽ പിന്നെ അവരത്രയും കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവരത്രയും അനുഭവിച്ചു, സ്ത്രീ ഓർ പുരുഷൻ വോട്ടവർ ആരാണോ ഇതിനിരയായത് ആ ഇര ഇത്രയും അനുഭവിച്ചു, അപ്പം എല്ലാവരും അവരുടെ പക്ഷം നിൽക്കാം, അല്ലെങ്കിൽ അവരെ നമുക്ക് എല്ലാത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരണം, അവരെ സംരക്ഷിക്കണം അറ്റ് എനി കോസ്റ്റ് എന്നുള്ളത് ആണ് ഒരു ഭൂരിഭാഗം പേരും ചിന്തിക്കുക എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഈ നാട്ടിലും ഇതേ സംഭവങ്ങൾ നടക്കുന്ന ഈ നാട്ടിൽ തന്നെയാണ് എന്താണ് ബസ്സിൽ വെച്ച് സ്വയംഭോഗം ചെയ്ത ഒരാളെ മാലയിട്ട് സ്വീകരിച്ച്, അതും ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുക, അതല്ലെങ്കിൽ എന്താ പറയുക പൾസർ സുനിയെ മാലയിട്ട് സ്വീകരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സംഘടന തന്നെയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ എന്താ പറയുക ഈ ഒരു നടി ഇതുപോലെ എന്താ പറയുക ഈ ഇരയാക്കപ്പെട്ട ആൾ ഇതുപോലെ എന്താ പറയുക സ്ട്രൈവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പൊരുതി മുന്നോട്ട് വരുന്നതിൽ കാര്യമില്ലാതെ ആവുകയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോവല്ലേ ചെയ്യുന്നത്.
അല്ല, അതിൽ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അത് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ്. ഇപ്പോഴും നമ്മൾ രാഹുൽ നേരത്തെ പറഞ്ഞ പോലെ സിനിമാ മേഖലയിൽ തന്നെയുള്ള രണ്ടുപേര് തമ്മിലാണ് ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേർ ഇപ്പോഴും പറയുന്നുണ്ട് ഈ എന്താണ് സത്യം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്ന് പറയുന്നവർ. വേറെ ചില പക്ഷക്കാരെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിൻ്റെ പക്ഷത്ത് ആണ് ന്യായം എന്നുള്ളത് പുറത്തു വരുമ്പോൾ ഇപ്പം ആ നടിക്കൊപ്പം നിൽക്കുന്നവർ കൂടി ഉത്തരം മുട്ടിപ്പോവും എന്ന് പറയുമ്പോൾ എന്താ പറയുക, അപ്പോഴും കുറേ ആളുകൾ അത് കേൾക്കുമ്പോൾ, അതായത് ഈ സിനിമാ രംഗത്ത് തന്നെ ഉള്ളവർ ഇത് പറയുമ്പോൾ വെറും സാധാരണക്കാരായ ആളുകൾ കരുതും ഓ അപ്പം അതിലാണ് കാര്യം എന്ന് കരുതി നടിയോട് വിമുഖത കാണിച്ച മറ്റേ സൈഡിലേക്ക്. അല്ല, ഇത് എപ്പോഴും ഈ മാനിപ്പുലേഷൻ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും നടക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിനകത്ത് നമുക്ക് പറയാൻ കഴിയുന്നത് വെച്ചാൽ ഇതൊരു കോടതിയിൽ നിൽക്കുന്നൊരു കേസാണ്. അപ്പോൾ കോടതിയെ സംബന്ധിച്ച് ഇതിൽ രണ്ടുപേരുടെയും വാദം കേട്ടിട്ടേ കോടതി അതിനൊരു തീർപ്പുണ്ടാക്കത്തുള്ളൂ. കാരണം രണ്ടുപേരുടെ ഭാഗത്ത് ഏതൊരാൾക്കാണെങ്കിലും അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ വാദം കേൾക്കണമെന്നാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പറയുന്നത്. അപ്പം പ്രതിയുടെ ആണെങ്കിലും വാദിയുടെ ആണെങ്കിലും രണ്ടുപേരുടെയും വാദം കേട്ട് അതിനുശേഷം മാത്രമേ കോടതി ഒരു വിധി ഉണ്ടാകത്തുള്ളൂ. ആ വിധി എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാൻ മാത്രമേ കഴിയത്തുള്ളൂ. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു സമയത്ത് ഇതിനെപ്പറ്റി നമുക്ക് കൃത്യമായൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം കോടതിയാണ് പറഞ്ഞത് ഇത് ഓപ്പൺ കോർട്ടിൽ പറ്റില്ല, ഇന്നർ സൈഡിൽ മാത്രം നടക്കുന്നൊരു കേസായിട്ട് ഇപ്പോൾ പോകും എന്ന് പറയുന്നത്. എന്തായാലും ഈ കേസിനെ പറ്റിയുള്ളത് കാത്തിരുന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ.